സുനിത വില്യംസും കൂട്ടരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയുടെ ഒരുക്കത്തിലാണ്. പുറത്തിറങ്ങും മുൻപ് നിലയത്തിന്റെ ഔദ്യോഗിക ചുമതല സുനിത വില്യംസ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ അലക്സി ഓവ്ചിനിന് കൈമാറി. വൈകാരിക പ്രസംഗത്തോടെയാണ് ISSന്റെ കമാൻഡർ പദവി സുനിത കൈമാറിയത്. ബഹിരാകാശ രംഗത്തെ നാസ റോസ്കോസ്മോസ് സഹകരണത്തിൽ നിർണായകമായ അധികാര മുഹൂർത്തമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ISSന്റെ ചുമതല കൈമാറുന്ന ചടങ്ങിൽ വികാരനിർഭരമായിരുന്നു സുനിത വില്യംസിന്റെ വാക്കുകൾ. ബഹിരാകാശ ദൌത്യത്തിൽ പിന്തുണ നൽകിയ കൺട്രോൾ സെന്ററുകൾക്കും പരിശീലകർക്കും സുനിത നന്ദി പറഞ്ഞു. നിലയത്തിലുള്ള മറ്റു സഞ്ചാരികളെ മിസ് ചെയ്യുമെന്നും സുനിത കൂട്ടിച്ചേർത്തു. 2024 ജൂണിൽ 10 ദിവസത്തെ ദൌത്യത്തിനായാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചതെങ്കിലും 10 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളുടെ നെടുംതൂണായിരുന്നു ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ 16-നായിരിക്കും സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുക. സുനിതയ്ക്കൊപ്പം കഴിഞ്ഞ വർഷം ജൂണിൽ ISSലേക്ക് തിരിച്ച നാസയുടെ ബുച്ച് വിൽമോറും നിലയത്തിലുണ്ടായിരുന്ന മറ്റു സഞ്ചാരികളും പേടകത്തിന്റെ മടക്കയാത്രയിലുണ്ടാവും. ഈ 4 സംഘത്തിന്റെയും മടക്കം സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൌത്യം ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നതനുസരിച്ചാവും. മാർച്ച് 13-ന് ക്രൂ 10 ബഹിരാകാശ സംഘത്തെ അയക്കാനാണ് നാസ ശ്രമിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.